ലീഗിലെ നേതാക്കന്മാർ ഒന്നിലധികം കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങിപ്പോൾ പോലും ഒപ്പിട്ടെടുത്തപ്പോൾ എൻ്റെ സമുദായത്തിന് എന്ത് കിട്ടി? ഞാനൊരു മുസ്ലിം വിരോധിയല്ല, ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ എന്നെയും കൊണ്ട് നടന്നു, ഞങ്ങൾ ബായി ആയിട്ട് നടന്നു. പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചതല്ലേ. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വെള്ളാപ്പള്ളി വരണം, ഞങ്ങളുടെ കൂടെ തെറ്റുകൾ തിരുത്തി ഇങ്ങോട്ട് പോകാം. ഇപ്പം ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. എൻ്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ, ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നതില്ല. കാരണം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായൊരു അനുഭവം കിട്ടിയത്. മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ലവരുണ്ട്, പക്ഷേ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിൻ്റെ പങ്കാളികളാമെന്നും ഇരുന്നുകൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവഹേളിച്ചു. ഞങ്ങൾക്ക് ഒരു നീതി സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സമുദായ നീതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിമുള്ളൂ. ഒരു ചാനൽ കയറി പറയുന്നത് 76 ഈ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട്. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തർ. ചാനലും അങ്ങനെ പറയില്ല. 76% ഉണ്ടെന്ന് പച്ചക്കള്ളല്ലേ പറയുന്നത്. 56% മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല 56% ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ എങ്ങും നിങ്ങളൊന്ന് ആലോചിക്കണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനം എടുത്ത 4 വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈഴവ സമുദായവും പിന്നോക്ക സമുദായത്തെയും കൊണ്ടു നടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടു നടന്നു ഞങ്ങൾ, എത്രയോ ലക്ഷം രൂപ പാർലമെൻറ്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ളത് ചെയ്ത്, എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങളവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്. ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി, ഇവരല്ലേ. ഇവർ മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠിതമല്ലേ. ഇവർക്കെതിരായി പറയണ മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുമോ? അവരെല്ലാം തകർത്ത് കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ?